പല ആൾക്കാരുടെയും പ്രാർത്ഥനയ്ക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് ഇല്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അതെപ്പോഴും നമ്മൾ പറയുക, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ആത്മവിശ്വാസത്തിൽ എത്തിച്ചേർന്നു എന്ന് നോക്കണം. ആത്മവിശ്വാസത്തിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കുകളെന്ന് പറയണത് കണ്ണും പൂട്ടി ഉടമ്പടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ്? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കേട്ടോ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ, പിന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന എളിമപ്പെടൽ, പിന്നെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയാകണത്. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് പ്രാർത്ഥനയെ വരണില്ല. ഇപ്പം എന്തും ദൈവത്തോട്, ഇപ്പോൾ ആൾക്കാർക്കിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാര്യം എന്താണ്? അവർ പറയണത്, ഇപ്പം അയാൾ കോൺഫിഡൻസ് ഇല്ലാതെ ഒരുത്തം പ്രാർത്ഥിക്കണില്ലേ? ദൂരെ നിന്നുകൊണ്ട് അയാൾ പറയും, കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയും. ഇപ്പം എപ്പോഴും ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ പാപിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മമ്മട്ടിക്ക് തലക്കെട്ട് അടിച്ചെന്ന് വരും. ഞാൻ അപ്പോൾ ദൈവം ചോദിക്കും, നീ 10-60 കൊല്ലമായി എന്നെ കൂടെ ഇപ്പോഴും പാപിയായിട്ടിരിക്കണമെന്ന് ചോദിക്കും.